നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വ്യാഴം 7th ഹൗസിൽ നിൽക്കുന്ന ആൾക്കുണ്ടാവുന്ന ക്യാരക്ടേഴ്സിൻ്റെ അയാളുടെ സൈക്കോളജിക്കലായിട്ടുള്ള നേച്ചർ എന്തൊക്കെയായിരിക്കും, അവരുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അതിൻ്റെ 7ൽ നിൽക്കുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ഒക്കെ ചെറിയ രീതിയിലൊന്ന് സൂചിപ്പിച്ചു. അവർ ഏതേത് രീതികളിലൊക്കെ ചിന്തിക്കാം എന്നുള്ളത് സൂചിപ്പിച്ചു. നമ്മുടെ കയ്യിൽ 7ൽ വ്യാഴം നിൽക്കുന്ന ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കുന്നവൻ നോക്കുന്നവൻ എന്ന് പറയുന്ന അത് രണ്ടും എടുക്കണം. ഇവിടെയാണ് നിൽക്കുന്നത്. സ്വന്തം ക്ഷേത്രത്തിലാണോ, ഉച്ചക്ഷേത്രത്തിലാണോ, മൂലക്ഷേത്രത്തിലാണോ, ശത്രുക്ഷേത്രത്തിലാണോ, സമക്ഷേത്രത്തിലാണോ എന്നുള്ളത് നിൽക്കുന്നത് നോക്കണം. ആരെങ്കിലും ഇദ്ദേഹത്തെ നോക്കുന്നുണ്ടോ എന്ന് നോക്കണം. വ്യാഴത്തെ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി നോക്കണം. ഇതൊക്കെ ഒന്നാമത്തേത് ഭാവം എന്നുള്ളത്. തൽപതി, അതിൻ്റെ പതി, 7ാം ഭാവത്തിൻ്റെ അധിപൻ ലഗ്നാലും ഭാവാലും എവിടെയാണ് നോക്കണം. 6, 8, 12ലാണോ നോക്കണം. അടുത്തത് കാരകൻ ശുക്രനാണ്. സ്ത്രീജാതകത്തിൽ വ്യാഴം ഒന്ന് സൈഡിലേക്ക് വെച്ചോളൂ. അത് മെയിനായിട്ടും ശുക്രൻ, ദാമ്പത്യ കാരകനാണ് ശുക്രൻ. 6, 8, 12ലാണോ നോക്കണം. അങ്ങനെ പോയാൽ ഈ വ്യാഴം അവിടെ നിൽക്കുന്നതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് നെഗറ്റീവായിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്ത് പറഞ്ഞത്. ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ട് ഈ 3ൽ എത്ര പോയിൻ്റ് ഉണ്ട് എന്നുള്ളത് നോക്കണം. നിൽക്കുന്നവൻ, നോക്കുന്നവൻ, ഭാവാധിപൻ എന്നുള്ളത്. അപ്പം നിൽക്കുന്നവന് 40 മാർക്കും ബാക്കിയുള്ളവർക്ക് 30 മാർക്കും കൊടുത്തേക്കുക. എന്നിട്ട് ഇത് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്, നിൽക്കുന്നവനെ ബേസ് ചെയ്താണല്ലോ നമ്മുടെ ചർച്ച. അതുകൊണ്ട് നിൽക്കുന്നവന് 40 മാർക്കും ബാക്കിയുള്ളവർക്ക് 30 മാർക്കും കൊടുത്തിട്ട് അത് എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കിയ ശേഷം വേണം ഇതിൻ്റെ ഫലം എത്ര വരാനുണ്ട് എന്നുള്ളത് നോക്കേണ്ടത്. നിൽക്കുന്നവന് 40 മാർക്ക് കിട്ടണമെങ്കിൽ ഉച്ചക്ഷേത്രമാണോ, സമക്ഷേത്രമാണോ, സ്വന്തം ക്ഷേത്രമാണോ, നീചക്ഷേത്രമാണോ എന്നുള്ളതിനനുസരിച്ച് മാർക്കുകൾ കുറയും. അതിനകത്ത് മനസ്സിലായി. അതിൻ്റെ പോയിന്റുകൾ കുറച്ച് കൊണ്ടുവന്നിട്ട് നോക്കണം. ഒരാളവിടെ നിൽക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അതെത്രയുണ്ടെന്നുള്ളത് നോക്കി മനസ്സിലാക്കിയ ശേഷം വേണം നമുക്ക് ജാതകത്തിൻ്റെ അവരുടെ വിശകലനത്തിലേക്ക് കടക്കാൻ. അതിൽ ഒരാളുടെ ജാതകം കിട്ടുമ്പോൾ 7th ഹൗസിൽ ജൂപ്പിറ്റർ നിൽക്കുന്ന ഒരാളുടെ നമ്മൾ ഈ മാനദണ്ഡങ്ങളെല്ലാം എടുത്തു വെച്ചേ അതിനുശേഷം ജാതകം കൈ കിട്ടി അവരുടെ വിവാഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് പാർട്ട്ണറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ ഓഫ് പാർട്ട്ണർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊരു പൊതുഫലം നോക്കാം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവരുടെ മനസ്സെപ്പോഴും ഇവരുടെ എക്സ്പെക്റ്റേഷൻ, അതായത് പങ്കാളിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുതുല്യരായിട്ടുള്ളോ അല്ലെങ്കിൽ വഴികാട്ടിയായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇവർക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ക്യാരക്ടറുള്ള ആളായിരിക്കണം എന്നുള്ളതാണ്. എല്ലാ ആൾക്കാർക്കും ഈ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അവരുടെ സ്വഭാവം അതിനനുസരിച്ച് മാറ്റാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് കിട്ടുന്നതും അങ്ങനെയുള്ളതായിരിക്കും. നമ്മളെ മിററിങ് ആയിരിക്കുമല്ലോ പലപ്പോഴും. പക്ഷെ വ്യാഴം 7th നിൽക്കുമ്പം അല്ലെങ്കിൽ വ്യാഴം ബലവാനായിട്ടുള്ള ഒരാൾക്ക് എല്ലാവിധ ലൈംഗിക കാമ, ക്രോധ, ലോഭ, മോഹ, മത മത്സര്യാദികളും ഡംബുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെ ധാർമ്മികതയ്ക്കോ അവരുടെ റെസ്പെക്റ്റ് പോകുന്നതിനപ്പുറമായിട്ടോ കളയാൻ ഇവർ നിൽക്കത്തില്ല, നിന്നു കൊടുക്കത്തില്ല. എത്ര സുഖം നൽകുന്നു എന്ന് പറഞ്ഞാലും ശരി, അവരുടെ ആ വില പോകുന്നിടത്ത്, അവരുടെ ആ ഒരു റെസ്പെക്റ്റ് പോകുന്നിടത്ത്, അവരുടെ ആ ഒരു ധർമ്മബോധം നഷ്ടപ്പെടുന്നിടത്ത് അവരത് വിട്ടുകളയില്ല. എന്ന് വെച്ചിട്ട് വ്യാഴവീഴിൽ നിൽക്കുന്നവരെല്ലാം ഗുരുവിനെയും വഴികാട്ടിയും പോലുള്ള പങ്കാളിയാണ് തിരയുന്നതെന്ന് പറയുമ്പോൾ ഇവർക്കൊന്നും വികാര വിചാരങ്ങളില്ല എന്നുള്ള ആധുനിക യുക്തി എടുത്തുപയോഗിക്കും. അങ്ങനെയല്ല, വികാര വിചാരങ്ങൾ ആർക്കാ ഇല്ലാത്ത? സർവ്വജീവജാലങ്ങൾക്കുണ്ട് അല്ലേ? വേഴാമ്പലിനുമുണ്ട്, നമ്മുടെ നാട്ടിൽ കാണുന്ന നായ്ക്കൾക്കുമുണ്ട്, പൂച്ചയ്ക്കുമുണ്ട്, സർവ്വജീവജാലങ്ങൾക്കുമുണ്ട്, പശുവിനുമുണ്ട്, മനുഷ്യനുമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പ്രകൃതി മുന്നോട്ട് സഞ്ചരിക്കാൻ വേണ്ടി എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി സൃഷ്ടിയോന്മുഖമായിട്ട് സഞ്ചരിക്കുന്ന പരാശക്തി, അതല്ലെങ്കിൽ പ്രകൃതി എല്ലാവർക്കും തന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അവരിലെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് പ്രകൃതി തന്നെയായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരിലും മനസ്സിലുണ്ടാവുന്ന വികാര വിക്ഷോഭങ്ങൾ, രീതികൾ, ഫാൻറ്റസീസ് എല്ലാം
അവരുടെ കർമ്മഫലത്തെ ബേസ് ചെയ്തിരിക്കും. അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു കുലത്തിലായിരിക്കും വന്ന് ജനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ DNA-യിലും ഇതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പം DNA വഴി കിട്ടുന്നത് കർമ്മഫലം ബേസ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കർമ്മഫലം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കുടുംബത്തിൽ വന്ന് ജനിക്കുന്നത്, അങ്ങനെ അച്ഛനമ്മമാരെ എടുത്ത് വന്ന് ജനിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയപ്പോൾ. അപ്പോൾ ആ കർമ്മപൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്ലോട്ടിലായിരിക്കും വന്ന് ജനിക്കുന്നത്. അപ്പം അതിൻ്റെ സ്വാധീനം സോളിലും അതുപോലെ തന്നെ ഗ്രോസ് ബോഡിയിലും കാണും. സോളിലുള്ള കർമ്മഫലം മാത്രമല്ല, അച്ഛനമ്മമാരുടെ വഴി പാരമ്പര്യമായിട്ട് വരുന്ന അവരുടെ പൂർവികരായിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവങ്ങളും നമ്മളിലേക്ക് വരും. ആ സ്വഭാവം ചുമ്മാതെ വരുന്നതല്ല, അതും സ്വീകരിക്കാൻ ഉള്ള യോഗ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്ന് ജനിക്കുന്നത്. നമ്മൾ പറയത്തില്ലേ, അച്ഛനമ്മമാരുടെ സ്വഭാവം കാരണമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോൾ, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. വാസ്തവത്തിൽ സോള് തിരഞ്ഞു തന്നെയാണ് വരുന്നത്, ചുമ്മാതെ കിട്ടുന്നതല്ല അത്. ഇപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ ആ അച്ഛനമ്മമാർക്ക് ജനിക്കാനുള്ള യോഗ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ വന്ന് ജനിച്ചത്. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെയാണത്. അപ്പം അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത്, 3 തലമുറ കഴിയുമ്പം അത് അനുഭവിക്കും. അതുകൊണ്ട് ദോഷങ്ങളും ദുരിതങ്ങളും ഒന്നും താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് വെട്ടിപ്പിടിക്കുന്നതൊന്നും ചെയ്യരുതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് വെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾ കഴിഞ്ഞ് കൊച്ചുമക്കളുടെ തലമുറയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിലേക്ക് അവർ ഇൻഫ്ലുവൻസ് വരും. മിക്കപ്പോഴും മുത്തച്ഛൻ്റെയോ മുത്തശ്ശിയുടെയോ സ്വഭാവ സവിശേഷതകൾ, അപ്പൻ്റെ അമ്മയുടെ സ്വഭാവ സവിശേഷതകൾ വരുന്നത് കൊച്ചുമക്കളിലേക്കായിരിക്കും. അത് സ്വഭാവം മാത്രമല്ല, അവർ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളിലെയും മോശകർമ്മങ്ങളിലെയും ഫലങ്ങളും കൂടി തലമുറയിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കും, അത് വരുമ്പം ഞാൻ അതുകൊണ്ടാണോ അനുഭവിക്കുന്നത്? അല്ല, അത് അനുഭവിക്കാനുള്ള പാസ്റ്റ് ലൈഫ് ഡെപ്റ്റ് ആ സോളിനുള്ളത് കൊണ്ടാണ് അവിടെ വന്ന് ജനിക്കുന്നത്. അതും കൂടി ആലോചിച്ചോളൂ. സുകൃതം സുകൃതമായിട്ടും ദുഷ്കൃതം ദുഷ്കൃതമായിട്ടും വരും എന്നുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ 7-ാം ഭാവം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ബഹുമാനം ആണ് കൂടുതലും വേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ, സ്നേഹത്തെക്കാൾ ഉപരിയായ റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നവരാണ് ഇവർ എന്നുള്ളത് കൊണ്ട് തന്നെ പങ്കാളി തന്നെ ബഹുമാനിക്കണമെന്നും തിരിച്ച് താൻ പങ്കാളിക്ക് ബഹുമാനം നൽകണമെന്നും ആ ഒരു റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുന്ന ആളായിരിക്കണമെന്നും ഇവർ വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി ആഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഇനിയും സോഷ്യൽ ബിഹേവിയർ, സാമൂഹികപരമായിട്ടുള്ള പെരുമാറ്റം. 7-ാം ഭാവം സമൂഹമായിട്ടുള്ളൊരു ഇടപെടലിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നയതന്ത്രജ്ഞത, ഡിപ്ലോമസി, വ്യാഴത്തിനൊരു പ്രത്യേകതരം നയതന്ത്രജ്ഞതയുണ്ട്. ബുധൻ്റെ ഒരു നയതന്ത്ര സ്വഭാവമുണ്ട്, ഡിപ്ലോമാറ്റിക് സ്റ്റൈലുണ്ട്. അത് ഒരു പ്രത്യേക മോട്ടീവോട് കൂടിയിട്ടായിരിക്കും. അവർക്കൊരു ലാഭം അതിനകത്തുണ്ടാവും, സ്ഥാനമാനങ്ങളോ എന്തെങ്കിലുമൊക്കെ. അതല്ലാതെ ഗുരുക്കന്മാരുടെ ഒരു നയതന്ത്ര സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവരൊക്കെ നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവർ മറ്റുള്ളവരുമായി വളരെ മാന്യമായി ഇടപെടുകയും വഴക്ക് തീർക്കാൻ മധ്യസ്ഥത വഹിക്കുകയും അവരിടപെട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഉപദേശകരായിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് ഇടപെടലുകൾ കുടുംബത്തിലോ ചുറ്റുപാടുകളിലോ വരികയും പ്രായം കൂടുന്നതിനനുസരിച്ച് ഇവരുടെ വാക്കിന് സമൂഹത്തിനും ചുറ്റുപാടുകളിലും നല്ല വില വരികയും അതിന് ആ ബഹുമാനിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത ശൈലി ഇവർ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാണ്. ആ റെസ്പെക്റ്റ് കിട്ടും ഇവർക്ക്. അതാണ് ഞാൻ പറയുന്നത്, അവർ പലയിടത്തും പല കാര്യങ്ങളും ചെയ്യാൻ അവസരം കിട്ടിയിട്ടും ലൈഫ് എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ ബോഡി എൻ്റെ ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നത് എന്തും ചെയ്യാൻ ഉള്ള ഒരു ലൈസൻസായിട്ട് എടുക്കുമ്പം, അതായത് എന്തും ചെയ്യാം, അതവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഞാനിത് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയാണ്, പക്ഷെ എല്ലാവരും എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, എല്ലാവരും എന്നെ, ഞാൻ സമൂഹം മൊത്തം എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും പ്രതീക്ഷിക്കുക. അങ്ങനെ അങ്ങ് പോകും. വീണ് കിടന്നാൽ വ്യാഴത്തിന് ബലമുള്ള ഒരാൾ വീണ് കിടക്കുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഒരു വിഷമം പോലെ വരില്ല വേറൊരു ഗ്രഹം അല്ലെങ്കിൽ ഒരു ബുധന് ബലമുള്ള ഒരാൾ വീണ് കിടക്കുമ്പം. സമൂഹം അല്ല മനുഷ്യൻ എപ്പോഴും കാണുന്നത് അവരുടെ പ്രവൃത്തിയിലൂടെയാണ്. ഇപ്പം എന്നെ നിങ്ങൾ തിരിച്ചറിയുന്നത്, അല്ല നിങ്ങളെ മറ്റുള്ളവരെ തിരിച്ചറിയുന്നതെല്ലാം പ്രവൃത്തിയിലൂടെയാണ്. ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, പലരും ആൾക്കാർ വായിക്കുന്നതാണ്. ഞാനതിനെ വ്യാഴത്തിൻ്റെ ഒരു കാരകത്വത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നോക്കിയാൽ അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം ശരിയാക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ തന്നെ ഇൻഫ്ലുവൻസ് ആയിക്കോളും. നമ്മൾ
നമ്മളെ നന്നാക്കാൻ നോക്കിയാൽ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്താൽ, നമ്മൾ നമ്മളെ ടേക്ക് കെയർ ചെയ്താൽ, നമ്മൾ നമ്മളെ സ്നേഹിക്കുകയും ചെയ്താൽ, നമ്മളിൽ നിന്ന് സ്വാർത്ഥത, കാമക്രോധ, ലോപമോഹ, മതമത്സര്യാദി ഷഡ്വേദികളുടെ അപക്വമായ രീതിയിൽ നമുക്ക് തന്നെ ദോഷമാകുന്ന രീതിയിലുള്ള അതിൻ്റെ പ്രവർത്തികളും ചിന്താരീതികൾക്കും അനുസരിച്ച് സ്വാർത്ഥതയിലൂടെ പോകാൻ നോക്കുന്നതിന് പകരം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തോളാം, നമ്മൾ ചെയ്തോളാം എന്ന് വെച്ചിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ, അഥവാ ആരുടെയെങ്കിലും സപ്പോർട്ട് കിട്ടിയാലും സന്തോഷം, സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും സന്തോഷം, ഒരു എക്സ്പെക്റ്റേഷനും ഇല്ല. നമ്മൾ നമ്മുടേതായ കർമ്മങ്ങളിൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പം സ്വാഭാവികമായിട്ടും ലോങ് ടേമിൽ ആ വ്യക്തി ശുചിത്വം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നല്ല രീതി കൊണ്ടും സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഇഷ്ടം വരികയും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ളവരുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഒപ്റ്റിമിസം എന്ന് പറയാം വേണമെങ്കിൽ, ഒരു ശുഭാപ്തി വിശ്വാസം അതിലൂടെ തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം എല്ലാവരുടെയും ഉള്ളിൽ ആ വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ള, സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ള കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടിയായിരിക്കാം ഋഷിമാർ ഇത്രത്തോളം ഈശ്വരോപാസനയും മെഡിറ്റേഷനെയും കാര്യങ്ങളെല്ലാം ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്നത്. ഉള്ളിലെ ജൂപ്പിറ്റർ തോട്ട്സ്, ജൂപ്പിറ്ററിൻ്റെ ഇൻഫ്ലുവൻസസ്, ജൂപ്പിറ്റർ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജൂപ്പിറ്ററിൻ്റെ ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നതും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ശുഭാപ്തി വിശ്വാസം, മറ്റുള്ളവരിൽ നന്മ മാത്രം കാണാൻ ശ്രമിക്കുന്നവരാണിവർ. ഇത് പലപ്പോഴും ഇവർക്ക് നല്ല സുഹൃത്തുക്കളെ നേടിക്കൊടുക്കുകയും മറ്റുള്ളവരുമായി അത്യാവശ്യം ഗോസിപ്പും മോഡേൺ ഷോ ഓഫുകളുടെ ഇടയിലൊന്നും പോയി നിൽക്കുമെങ്കിലും ഇവർ അതുമായിട്ട് സെറ്റാവത്തില്ല, ഇവരിങ്ങി പോരും. അത്രയും സെറ്റാവാത്ത ആൾക്കാരും ഒക്കെ ആയിരിക്കും. എന്നാൽ ആരോടും ഒരു പരിഭവം ഒന്നും കാണുക, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക, ജീവിച്ചോളുക എന്നൊക്കെ പറയും. പക്ഷെ ആരോടും പരിഭവമൊന്നും കാണാത്ത ഒരു രീതിയായിരിക്കും. ഇവരെ ഒരു പരിധി കൂടുതൽ ഉപദ്രവിച്ചാൽ ഇവർ നന്നായി പ്രതികരിക്കുകയും ചെയ്യും. ജൂപ്പിറ്റർ ഭയങ്കരമായിട്ട് ക്ഷമിക്കും എങ്കിൽ പോലും അതിഭീകരമായിട്ടുള്ള അഭിമാനക്ഷതമുണ്ടായാലുണ്ടല്ലോ, ഒരു തല്ലുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ്. ജൂപ്പിറ്ററിന് ബലമുള്ള ഒരാൾക്ക് അഭിമാനക്ഷതമുണ്ടാക്കിയാൽ കൃഷ്ണൻ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെയാണ്. അതായത് വിടില്ലവിനത്, അവരുടെ ഉള്ളിൽ അത് മറക്കില്ല. ചിലപ്പോൾ ഉപദ്രവിക്കത്തില്ലായിരിക്കും, പക്ഷെ അത് അവരുടെ ഉള്ളിൽ എന്നും കിടക്കും. ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞ കൃഷ്ണൻ ധർമ്മം ജയിക്കാൻ വേണ്ടി ആയുധം എടുക്കും എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ധർമ്മമാണ് ജയിക്കേണ്ടതെങ്കിൽ എൻ്റെ സ്വാത്വിക രീതികൾ മാറി മുന്നോട്ട് സഞ്ചരിക്കണം, ഉഗ്രസ്വരൂപം പുറത്തേക്ക് വരാൻ ഉള്ള ആ ഒരു ടെൻഡൻസി ഇവർക്കുണ്ട്. ജൂപ്പിറ്ററിന് അങ്ങനെ ഉണ്ട്. അത് ജൂപ്പിറ്ററിൻ്റെ ഒരു മോശ സ്വഭാവങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അപ്പോൾ അവർ പറയുന്ന ഒരു ന്യായത്തിന് നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇനി അക്കമിട്ട് പറയും, ഞാൻ ഇന്നത് ചെയ്തിട്ടില്ലേ, ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് നോക്കുമ്പം ഇവർ ഭയങ്കര കോൺട്രിബ്യൂട്ടറാണ്. പക്ഷെ ഇവരുടെ കോൺട്രിബ്യൂഷനെ അല്ലെങ്കിൽ ഇവരുടെ ഗ്രാറ്റിറ്റ്യൂഡിനെ ഇവരുടെ ഒരു ബലഹീനതയായിട്ട് ചുറ്റുപാട് നിൽക്കുന്നവർ ചൂഷണം ചെയ്തിട്ട് വീണ്ടും ഇവരിൽ നിന്ന് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യും, ഇവരെ അങ്ങ് സ്ക്യൂസ് ചെയ്ത് പിഴിഞ്ഞെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പം ഇവർ തിരിയും. അതാണ് തമാശയ്ക്ക് നമ്മൾ ക്ലാസ്സുകളിലാണെങ്കിൽ ഇവിടെ ഇരിക്കും പറയും, വ്യാഴത്തിന് അടി കിട്ടി, അവരുടെ ഉള്ളിലെ വ്യാഴത്തിന് അടി കിട്ടി, ഇനിയും മാറത്തില്ല, അതങ്ങനെയാണ്, വ്യാഴത്തിനിട്ട് കിട്ടിയത് ഇനിയും മാറില്ല. അത് ആ വ്യാഴം ഉണർന്നു, ഇനിയിപ്പോൾ അത് ക്ഷമിക്കത്തില്ല. പിന്നെ അതൊരു പോയിൻ്റാണ്, ആ പോയിൻ്റ് വരെ ഉള്ളത്. അപ്പം ഇവർക്ക് സാമൂഹികമായിട്ടുള്ള പെരുമാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഇവരുടെ ഒരു നയതന്ത്രജ്ഞതയാണ്. അതൊരു ഗുരുവിൻ്റെ ശൈലിയിലുള്ള നയതന്ത്രജ്ഞതയും അതുപോലെ ശുഭാപ്തി വിശ്വാസം, ഒപ്റ്റിമിസം, പ്രകൃതി എനിക്ക് തരും, ഈശ്വരൻ എനിക്ക് തരും എന്നുള്ള ചുമ്മാതെ പറഞ്ഞുകൊണ്ടിരിക്കലല്ല, ആ ബോധ്യം ഉറപ്പായിട്ടും ഉണ്ടാവുകയും ചെയ്യും. ആ കോൺഫിഡൻസ് വളരെ വലുതായിരിക്കും ഈശ്വരനിലും അതുപോലെ ഈ പ്രകൃതിയിലും ഉള്ള. പലരും അത് പറയും. ഇന്നത്തെ കാലത്ത് മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നതുകൊണ്ട് യൂണിവേഴ്സിനെ കാക്കും, പല മോട്ടിവേഷൻസ് കാര്യങ്ങൾ, ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയും. പറയലേ ഉള്ള, ഉള്ളിലേക്ക് അത് ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഉള്ളിലേക്കത് ഇറങ്ങണമെങ്കിൽ, ഉള്ളിലേക്കത് പോകണമെങ്കിൽ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുമ്പം ജൂപ്പിറ്ററിൻ്റെ കാരകത്വങ്ങൾ, ഈശ്വരാനുഗ്രഹം വരുമ്പോൾ അത് നടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി കുറച്ച് നമുക്കൊരു സൈക്കോളജിക്കൽ ചലഞ്ചസും അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡ്സും നോക്കാം. ജൂപ്പിറ്റർ 7th ഹൗസിലെ മനഃശാസ്ത്രപരമായിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അമിത പ്രതീക്ഷകളാണ്
മോശമായിട്ടുള്ളൊരു ജൂപ്പിറ്റർ വളരെ അവരുടെ ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. പങ്കാളി എല്ലാം തികഞ്ഞവരായിരിക്കണം, അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ ഉള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ഇവർക്ക് പെർഫെക്ഷൻ വളരെ കൂടുതലായിരിക്കും എന്നിവർ വാശി പിടിച്ചേക്കാം. ചെറിയ തെറ്റുകൾ പോലും ക്ഷമിക്കാൻ ഇവർക്ക് തുടക്കകാലത്ത് വലിയ പാടാവുകയും അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ വെച്ചിട്ട് പരാജയം വന്നിട്ട് ഇവർ സ്വയം ഒന്ന് റിയലൈസ് ചെയ്തിട്ട് നല്ല ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം തുടക്കകാലത്തുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഇവരുടെ എക്സ്പെക്റ്റേഷൻസൊക്കെ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലും ഞാൻ പഠിപ്പിച്ച പലരുടെ കാര്യങ്ങൾ കൊണ്ടും എനിക്ക് മനസ്സിലായൊരു കാര്യം, 1-2 കൊട്ടൊക്കെ കിട്ടുന്നത് നല്ലതാണ്. ആ കൊട്ടിലൊന്ന് വീഴും, കരയും, പൊട്ടി കരയും. ഈ സ്പിരിച്വൽ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയരുത്, ചിരിക്കരുത് എന്നൊക്കെയാണ്. ഇന്നത്തെ കാലത്ത് അറ്റാച്ച്മെൻ്റാണ് നിങ്ങളുടെ എല്ലാ സന്തോഷത്തിൻ്റെയും നാശത്തിൻ്റെയും കാരണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം സ്വാർത്ഥമായിട്ട് ജീവിക്കണം എന്നല്ല, ചിരിക്കരുത്, കരയരുത്, മിണ്ടരുത് എന്നൊന്നുമല്ല. ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഉദാഹരണത്തിന് മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യു മരിക്കുന്ന ദിവസം അഭിമന്യുവിൻ്റെ മരണത്തെക്കുറിച്ചൊക്കെ അറിയും. അപ്പം അറിയുമ്പോൾ അത് പുറകിൽ നിന്ന് അടിച്ചൊക്കെയാണ് വീഴുന്നത് ഒരു ബാലനെ. അത് യുദ്ധകളത്തിൽ ബാലനൊന്നുമില്ല, എന്നാൽ പോലും പുറകിൽ നിന്ന് അടിച്ചാണ്. നമ്മൾ വളരെ ഘോരം പ്രസംഗിക്കുന്ന ധർമ്മപുരുഷരായിട്ട് ഇന്നത്തെ കാലത്ത് പറയുന്ന കർണനടക്കമൊക്കെയാണ് ആയുധമില്ലാത്ത സമയത്ത് യുദ്ധം ചെയ്തതൊക്കെ. അപ്പം അതിനുശേഷമാണ് ഭീഷ്മപിതാമകർ വീണ ശേഷമാണ് വാസ്തവത്തിൽ ധർമ്മച്യുതി ഉണ്ടാവുന്നതുമൊക്കെ. അപ്പം ഇവിടെ ഇദ്ദേഹം അഭിമന്യു വീഴുന്ന സമയത്ത് അന്ന് രാത്രിയിൽ അർജുനൻ്റെ നിലവിളി കേട്ട് സങ്കടപ്പെടുന്ന കൃഷ്ണൻ്റെ രൂപം വ്യാസഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബ്രഹ്മസ്വരൂപനായിരുന്ന ഭഗവാന് ഇനിയും നടക്കാൻ പോകുന്നത് എന്താണെന്നും എന്തുകൊണ്ടാണിത് നടക്കുന്നതും പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എങ്ങനെയാണ് പോകുന്നതെന്നുമുള്ള വ്യക്തമായ ധാരണയുണ്ട്. എന്നിരുന്നാൽ പോലും അത്രത്തോളം സ്പിരിച്വലായ ഒരാളില്ലല്ലോ. മനുഷ്യത്വപരമായിട്ടുള്ള ഗ്രോസ് ലെവലിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത്, മനുഷ്യരുടെ വ്യവഹാര ലോകത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അർജുനൻ്റെ നിലവിളി കാരണം, സങ്കടം കാരണം അസ്വസ്ഥനായി സങ്കടപ്പെട്ടിട്ട് ദാരികൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തേരാളിയോട് പറയുന്നുണ്ട്, എൻ്റെ രഥത്തിൽ ആയുധങ്ങളെല്ലാം കൂട്ടണം, നാളെ ഈ യുദ്ധം തീർക്കണമെന്ന്. നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ എടുത്തു ചാടുന്നുണ്ട്, പക്ഷെ ഭഗവാൻ വിഷമിക്കുന്നൊരു ഇതാണ്. അപ്പം ഇന്നത്തെ സ്പിരിച്വാലിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ ഇപ്പം ചത്തിരിക്കുന്ന സമയത്ത്, പൊട്ടിക്കരയുന്ന സമയത്ത്, അർജുന ഇതെല്ലാം കർമ്മഫലമാണ്, നീ അനുഭവിക്കുമെന്നാണോ ഭഗവാൻ ചെയ്തേ? ഒരിക്കലും അങ്ങനെയല്ല. ഇമോഷൻസിനെ അതിൻ്റേതായ രീതിയിൽ കാണുക എന്നുള്ള, ആ പ്രസൻറ്റിൽ ചിരിക്കാൻ അവസരം കിട്ടിയാൽ ചിരിക്കുക, കരയാനാണ് വിധിയെങ്കിൽ കരയുക, സന്തോഷിക്കാനാണ് വിധിയെങ്കിൽ സന്തോഷിക്കുക. കാലം അവിടെ എത്തിച്ചിരിക്കുന്നത് ഒരു കാരണം കൊണ്ടാണ്. അതിനെ അതിൻ്റേതായ പാരമ്യതയിൽ അനുഭവിക്കുക. എന്നിട്ട് അതിൽ ഹുക്ക്ഡ് ആവാതെ അത് വിട്ട് കളഞ്ഞിട്ട് അടുത്തതിലേക്ക് മുന്നോട്ട് പോവുക. പിറ്റേ ദിവസം രാവിലെ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധക്കളത്തിൽ കൃഷ്ണാർജുനന്മാരുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് തന്നെ എത്രത്തോളം വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും, എത്രത്തോളം തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും ലക്ഷ്യബോധമുള്ള ഒരു മനുഷ്യന് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ലക്ഷ്യത്തെ തളർത്തുന്നതാവരുത് ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും ദുഃഖങ്ങൾ മാത്രമല്ല സന്തോഷങ്ങളും ലക്ഷ്യത്തെ തളർത്തുന്നതാവരുത്. അവിടെയാണ് ആ ഭാഗത്താണ് അറ്റാച്ച്മെൻ്റ് എന്നുള്ള ഇത് ഉപയോഗിക്കേണ്ടത്. സന്തോഷത്തെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കരുത്, ദുഃഖത്തെ അങ്ങ് ഒരുപാട് ചുമന്നുകൊണ്ട് നടക്കരുത്. സന്തോഷമായിട്ടും ദുഃഖത്തെ ദുഃഖമായിട്ടും മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ ഡിറ്റാച്ച്ഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി കൂടെയുള്ളവർ നിസ്സഹായരായി നിൽക്കുമ്പം ഒരു കൈത്താങ്ങ് കൊടുത്താൽ അവർ കയറി വരും എന്നുണ്ടെങ്കിൽ അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കാതെ, ദാനധർമ്മങ്ങളൊന്നും ചെയ്യാതെ, ഞാനൊന്നിലും അറ്റാച്ച്മെൻ്റ് ഇല്ല, ഡിറ്റാച്ച്ഡ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നതല്ല. അതിൻ്റെ പേര് സ്വാർത്ഥത എന്നാണ്. അതല്ല, അത് വേറെയാണ്. അത് മനസ്സിലാവണമെങ്കിൽ അവനവനെ നന്നായി സ്നേഹിക്കണം. അവനവൻ്റെ ഉള്ളിലിരിക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങളെ ബോധപൂർവം സാധന കൊണ്ട്, ഉപാസന കൊണ്ട് നമ്മളോട് ചേർന്നിരുന്നു കൊണ്ട് നമ്മൾ എടുത്ത് കളയാൻ ശ്രമിക്കണം. വ്യാഴത്തിന് ബലമുള്ളവർക്ക് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചില കീറുകൾ കിട്ടുമ്പം
റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നിന്നും തിരിച്ചടികൾ കിട്ടുമ്പം ഒരു വീഴ്ച വരും, പെടും, കിടക്കും, പൊട്ടിക്കരയും. അതിൽ നിന്ന് ആ വൗണ്ട് ഹീലായി തിരിച്ചു കയറി വരുമ്പം ഞാനാണ് ശരി, അല്ലെങ്കിൽ നിങ്ങളുടെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ, പെർഫെക്ഷനിസം എല്ലാം പോവുകയും വ്യാഴത്തിൻ്റെ തനത് സ്വഭാവമായിട്ടുള്ള കാരുണ്യവും ജ്ഞാനവും ഈശ്വരീയതയും സ്ഫുരിക്കുകയും ചെയ്യുമ്പം നിങ്ങളുടെ 2ാം ഭാവം ശരിയാവും. 2ാം ഭാവത്തിൻ്റെ കാരകൻ വ്യാഴമാണ്. വിദ്യ ശരിയാവും, ധനം ശരിയാവും. 5ാം ഭാവം ശരിയാവും, സന്താനങ്ങൾ ശരിയാവും, മനസ്സ് ശരിയാവും, സർഗാത്മക ശരിയാവും. 9ാം ഭാവം ശരിയാവും, ഭാഗ്യം ശരിയാവും, തീർത്ഥാടനം ശരിയാവും. നിങ്ങളുടെ 9ാം ഭാവം കൊണ്ടുള്ള കാര്യങ്ങൾ 11 ശരിയാവും. പ്രകൃതി അനുഗ്രഹിച്ച് വരുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവും. 2, 5, 9, 11 വ്യാഴത്തിൻ്റെ കയ്യിലാണ്. അപ്പം ഈ വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ള കഴിവുകൾ നമ്മൾ ഉള്ളിൽ വളർത്തുകയും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ 2ാം ഭാവവും 5ാം ഭാവവും 9ാം ഭാവവും 11ാം ഭാവവും വർക്ക് ചെയ്യും. ഭാഗ്യം വർക്ക് ചെയ്യും, ധനം വർക്ക് ചെയ്യും, വന്നു ചേരും. ഇതെല്ലാം വന്നു ചേരും. ഇതെല്ലാം പുറകിന് പോകുമല്ല, വന്നു ചേരും. അത് ചേരുകയും ചെയ്യും, ഉറപ്പാണ്. അത് 100%. 100%. അത് എൻ്റെ അനുഭവം കൊണ്ട് കൂടിയാണ് പറയുന്നത്. 100%. നമ്മൾ അതിൻ്റെ പുറകിന് പോകണം. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട്, ഇത് നിങ്ങളിങ്ങനെ മാർക്കറ്റ് ചെയ്തുകൂടെ, അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ, ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തുകൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടെ. നമ്മളങ്ങനെയല്ല. എൻ്റെ ഒരു ചിന്ത വെച്ചിട്ട് നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതൊരു തേനാണെങ്കിൽ എന്നിൽ ഒരു കിട്ടേണ്ട എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ, അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അർഹതയുള്ളവർ തേടി വരും. അത് പ്രപഞ്ച നിയമമാണ്. ഞാനതിൽ ശക്തമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവവും അങ്ങനെ തന്നെയാണ്. ഞാൻ ഒന്നിൻ്റെയും പുറകിന് പോവുകയല്ല ചെയ്തിട്ടുള്ളത്. പുറകിന് പോയിട്ടുള്ളത് വിദ്യയുടെ മാത്രമേ ഉള്ളൂ. പുറകിന് പോയിട്ടുള്ളത് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും പുറകിനാണ് പോയിട്ടുള്ളത്. ഇന്നും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് എൻ്റെ ഒരു എയിം പോലെയാണ്. നിരന്തരമായിട്ടിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനിടയിൽ പല തിരിച്ചടികൾ വരും, പല കാര്യങ്ങൾ വരും. അതൊക്കെ നമ്മൾ മനുഷ്യജീവിതമല്ലേ. അസുഖങ്ങൾ വരാം, ബുദ്ധിമുട്ടുകൾ വരാം, സാമ്പത്തിക പ്രശ്നങ്ങൾ വരാം, സമ്പത്തുള്ള അവസ്ഥകൾ വരാം, നമ്മൾ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും തിരിച്ചടികൾ വന്നേക്കാം. ഗുരുവിൽ നിന്നോ. അർജുനൻ ദ്രോണാചാര്യരെ നോക്കുമ്പം അർജുനുണ്ടായ വിഷമത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് ഗീതയുടെ 1ാം അധ്യായം. അത് വരാം. പിതാമഹനെ കാണുമ്പം, അതുപോലെ അച്ഛനമ്മമാരെ കാണുമ്പം, നമ്മുടെ ഹസ്ബൻഡിനെ അല്ലെ വൈഫിനെ കാണുമ്പം, കുട്ടികളെ കാണുമ്പോൾ ഒക്കെ എല്ലാവരും അപൂർണതയിൽ നിന്നും പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്ന സോളുകളായതുകൊണ്ട് തന്നെ ഒരു പരിമിതിയുണ്ട് ഇവർക്ക്. അപ്പം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷൻ വെച്ച് പുലർത്തിയാൽ ദുഃഖത്തിന് കാരണമാവും. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലെ വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ള വിഷയങ്ങൾ നിരന്തരമായി വർക്ക് ചെയ്യുകയും ചെയ്താൽ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയും ചെയ്യും. ഈ അടുത്ത സമയത്ത് ഞാൻ വായിച്ചൊരു ബുക്ക് ഉണ്ട്, ഡോപ്പമിൻ ഡീറ്റോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. അത് വളരെ ചെറിയൊരു പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു ചെറിയ ബുക്ക്, അതിൽ എങ്ങനെ നിങ്ങൾ സ്വസ്ഥരായിരിക്കാമെന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവസാനം പല ഡോപ്പാമിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ചും ന്യൂറോ ട്രാൻസ്മിഷനെ കുറിച്ചും ബ്രെയിനിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം അതിൽ പറഞ്ഞിട്ട് അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളെന്നും സ്വസ്ഥമായിരിക്കണമെങ്കിൽ, നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കാര്യം തന്നെ സ്ഥിരമായി ശീലിക്കുക എന്നുള്ളതാണ്. അതൊന്ന് ശ്രദ്ധ ഒരു വിഷയത്തിൽ തന്നെ വെച്ച് പുലർത്തുക, അതൊരു സ്ഥിരത മുന്നോട്ട് കൊണ്ടുപോവുക, അതിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കും. അതിനൊരു സെയിം സ്ഥലം, സെയിം ടൈം ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള എൻ്റെ വീഡിയോയിലാണെങ്കിൽ പോലും ഞാൻ യോഗയിലെ പ്രധാന കാര്യമാണ് ഒരു കൃത്യസമയം, ഒന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് ഏത് സമയത്താണെങ്കിലും കൃത്യ വസ്ത്രത്തോടു കൂടിയും ഒരേ തരം വസ്ത്രത്തോടു കൂടി ഒരേ സ്പേസിൽ നിരന്തരമായി നിങ്ങൾ അരമണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ എൻ്റെ ക്ലാസ്സുകളിലും അതുപോലെ നൂറ്റാണ്ടുകളായിട്ടുള്ള ആധ്യാത്മിക സബരിയയിൽ ഉള്ള കാര്യങ്ങളിൽ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ഇത് വായിച്ചിട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹം അത് പലതരത്തിലുള്ള സയൻറ്റിഫിക് എവിഡൻസോട് കൂടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു വിഷയം അവതരിപ്പിക്കണമെങ്കിൽ സയൻറ്റിഫിക് എവിഡൻസ് വേണം. അങ്ങനെയാണ്. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആ രീതിയിൽ പോയതുകൊണ്ട് നമുക്ക് അതില്ലെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻഷ്യലായിട്ടുള്ള കാര്യത്തെക്കാളിലും കൂടുതൽ ആരുടെയെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വിധി.
എന്നാലേ നമ്മളെ ലോജിക്കൽ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്തുള്ളൂ. ആ രീതിയിലായി, അങ്ങനെയാണ്. അപ്പം നമ്മുടെ എക്സ്പീരിയൻസിനേക്കാളിലും കൂടുതൽ ഒരാൾ പറയുന്നത് ശരിയാണെന്ന് കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മുടെ സമൂഹവും എല്ലാം അങ്ങനെയാണ്. അത് തെറ്റൊന്നുമില്ല, അത് അങ്ങനെയാണ്. അപ്പം അത് കാലഘട്ടത്തെ കുറ്റം പറയുമെന്നല്ല, അത് അങ്ങനെയാണ്. അങ്ങനെ ആയാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷേ അതിൽ നിന്നും അദ്ദേഹം സയൻറ്റിഫിക് എവിഡൻസോടുകൂടി അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നതിൽ ശ്രദ്ധയ്ക്കും സന്തോഷത്തിനും അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥിരതയാണ്, കൺസിസ്റ്റൻസി. അത് സ്പിരിച്വാലിറ്റിയിലാണെങ്കിലും എന്തിലാണെങ്കിലുമുള്ള ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കണം. അത് കൃത്യസമയം കൃത്യസ്ഥലത്ത് അദ്ദേഹം ഒരു 48 മിനിറ്റൊക്കെയാണ് സാധന ചെയ്യാൻ. അത് മെഡിറ്റേഷൻ നിങ്ങൾ ഇഷ്ടമുള്ള എന്തും ഒരു 48 മിനിറ്റെങ്കിലും മറ്റൊരു തരത്തിലുള്ള ഇറിറ്റേഷനോ ഒന്നും ഇല്ലാതെ കൃത്യമായിട്ടൊരു 48 മിനിറ്റെങ്കിലും അത് ചെയ്യുക പറയുന്നുണ്ട്. ഞാൻ അത്രയും പറയുന്നില്ല, ഒരു 24 മിനിറ്റെങ്കിലും നിങ്ങൾ എന്നും ഒരേ സമയത്ത് സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം, പൈസ ചിലവൊന്നുമില്ല, പക്ഷേ ചെയ്യണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് പഠിക്കുക. ഒരുപാട് കാര്യമുണ്ട്. ഇന്നൊരു വലിയ ഹ്യൂജ് മാർക്കറ്റാണ് സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹ്യൂജ് മാർക്കറ്റിൽ ഒരുപാട് പരസ്യങ്ങളുമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു വിദ്യ പഠിക്കുക. അത് കുറച്ച് നേരം ചെയ്യാനുള്ളത് മതി, ഒരുപാട് വേണ്ട. പിന്നെ നിങ്ങളുടെ യോഗ്യത കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ അന്വേഷിച്ച് പോയിക്കോളും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളുടെ 2 വർക്ക് ചെയ്യും, വിദ്യ വർക്ക് ചെയ്യും, ധനം വർക്ക് ചെയ്യും, നിങ്ങളുടെ നിധികൾ വർക്ക് ചെയ്യും. 5-ാം ഭാവം മനസ്സിന് വളർച്ച വരും, പ്രജ്ഞാ, മേധ, വിവേകശക്തിയൊക്കെ വർക്ക് ചെയ്യും, സമാധാനമുണ്ടാകും. 9 വർക്ക് ചെയ്യും, തീർത്ഥാടനങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങും, യാത്രകൾ ചെയ്തു തുടങ്ങും, പുണ്യ മനുഷ്യരുമായിട്ടും പുണ്യ സങ്കേതങ്ങളിലേക്കും ഗുരുവിൻ്റെ അടുത്തേക്കും ഒക്കെ എത്തിപ്പെടും. 11 പ്രകൃതി അനുഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. വ്യാഴത്തിൻ്റെ കാരകത്വം പറയുന്ന എല്ലാ ഏരിയകളും ലൈഫിലെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ആ ഏരിയകളെല്ലാം വർക്ക് ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. അതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ഞാൻ ഒരുപാട് പേരുടെ കണ്ടതും വെച്ചാണ് പറയുന്നത്. നമ്മുടെ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഞാൻ വളരെ ജീവിതത്തോട് അടുത്ത് നിന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, പല ആൾക്കാരും വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് കണ്ട് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി പോകുന്നതല്ലാതെ അതിലുള്ള കണ്ടൻറ്റുകളൊന്നും അധികം പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ കുറച്ച് ലൈഫിനോട് കണക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടി നിങ്ങളുടെ ജീവിതത്തെ വികസിപ്പിക്കാൻ അത് ഉപയോഗിക്കാം എന്നുള്ള രീതി കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പം അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ നിന്ന് പുറത്ത് ചാടാൻ പറ്റണം. രണ്ടാമത്തേത്, ഞാനാണ് ശരിയെന്ന ചിന്ത വ്യാഴത്തിനുണ്ടാവും. അറിവ് കൂടുമ്പം ആദ്യം തുടക്കകാലത്തൊരു അഹംഭാവം ഉണ്ടാവും, ഈഗോ. അതിനാൽ എനിക്കാണ് കൂടുതൽ അറിവ് എന്ന ചിന്തയോടെ പങ്കാളിയെ നിയന്ത്രിക്കാനോ ഉപദേശിക്കാനോ ഇവർ ശ്രമിച്ചേക്കാം, അല്ല പങ്കാളി തിരിച്ചും ശ്രമിച്ചേക്കാം. ഇത് ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കാം. അത് പ്രശ്നത്തിൽ ചെന്ന് കലാശിക്കാം. അതിൽ നിന്നും മാറണം എന്നുള്ളതാണ്. പലപ്പോഴും പല എക്സ്പീരിയൻസ് വന്നിട്ട് ജീവിതത്തിലൊരു തിരിച്ചടി വന്നിട്ട് ഇവർക്കൊരു ഗുണമുണ്ടാവുകയും ചെയ്യും. അടുത്തത് അമിത ഉദാരതയാണ്. മറ്റുള്ളവരെ അമിതമായി വിശ്വസിക്കുന്നത് വഴി ഇവർക്ക് സാമ്പത്തികമായോ മാനസികമായോ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ദാനം ആറ്റിൽ കളഞ്ഞാലും വളർന്നേ കളയാവുള്ളൂ പണ്ടുള്ളവർ പറയും. ദാനം അതുകൊണ്ട് അർഹതയുള്ളവരുടെ കയ്യിലേക്ക് കൊടുക്കണം. അർഹതയുള്ളിടത്ത് അല്ലാത്തടത്ത് സമയം, അർഹതയുള്ളിടത്തല്ലാത്തടത്ത് അറിവുകൾ, ഉള്ളിടത്തല്ലാതെ സ്നേഹം ഒക്കെ ഇട്ടാൽ അമിത ഉദാരതയാണ് അത് ദുഃഖത്തിന് തന്നെ കാരണമാകുന്നതാണ്. അല്ലെ പിന്നെ ഒന്ന് എക്സ്പെക്ട് ചെയ്യാതെ കൊടുത്തുകൊണ്ടേയിരിക്കുക. അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കുകയും ചെയ്യരുത്. അത് ഒരു ലെവൽ കഴിയുമ്പോൾ പറ്റും, എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. പക്ഷേ അർഹതയുള്ള കയ്യിലേക്ക് കൊടുക്കാവും. ഇല്ലെങ്കിൽ ഫ്യൂട്ടൈൽ, വിലയില്ലാതെ പോവും. അത് ഒരു പ്രയോജനമില്ലാതെ പോവും. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമയമാണ്. ദാനമായി ചെയ്യുന്നത് എന്തും സമയം സ്പെൻഡ് ചെയ്തുണ്ടാക്കണം. നിങ്ങൾ ഒരാൾക്ക് ദാനം കൊടുത്താൽ അത് നിങ്ങളുടെ സമയത്യാഗത്തിൽ നിന്നുണ്ടായതാണ്. ത്യാഗേനേവ അമൃതത്വം അശ്നുതയെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും ജനനം മുതൽ മരണം വരെ അനുവദിച്ച് കിട്ടിയിരിക്കുന്ന സമയമാണ്. പലതിനായിട്ട് സ്പെൻഡ് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ധനമായിക്കോട്ടെ, സ്നേഹമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ.
നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ കൊടുക്കുന്നത്. ത്യാഗം ചെയ്യുന്ന അമൃതത്വം ഉണ്ടാക്കും, പക്ഷേ അത് അർഹതയുള്ളവരുടെ കയ്യിൽ വേണം കൊടുക്കാൻ. അർഹതയില്ലാത്തവർക്ക് കൊടുത്താൽ അത് തിരിച്ചടിക്കും, അത് വേദനയ്ക്ക് കാരണമാവുകയും ചെയ്യും എന്നുള്ളത് ഓർമ്മിച്ചുകൊണ്ട് ഇമ്പാക്റ്റ് ഓഫ് മാരേജ് എന്നുള്ള ഒരു സെഷനും കൂടെ നമുക്ക് നോക്കാം. വൈകിയുള്ള വിവാഹം ചിലപ്പോൾ 7-ലെ വ്യാഴക്കാർക്ക് വന്നേക്കാം. പ്രത്യേകിച്ച് വ്യാഴത്തിന് ശനിയുടെ ബന്ധവും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ വൈകിയുള്ള വിവാഹം അല്ലെങ്കിൽ പക്വതയുള്ള പങ്കാളി ഇതൊക്കെ വരാം. പലപ്പോഴും ഇവർക്ക് നല്ല പദവിയുള്ളതോ സാമ്പത്തിക ഭദ്രതയുള്ളതോ ആയ കുടുംബത്തിൽ നിന്നുള്ള പങ്കാളിയെ ലഭിച്ചേക്കാം. അല്ലെങ്കിൽ ഇവർ ചെന്ന് കയറിയ ശേഷം ഭർത്താവ് അല്ലെ ഭാര്യയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുമുണ്ട്. അടുത്തത് ഇവരുടെ ഇമ്പാക്റ്റ് ഓൺ മാരേജിൽ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആത്മീയ ബന്ധമാണ്, സ്പിരിച്വാലിറ്റിയാണ്. പങ്കാളിയുമായിട്ടുള്ള ശാരീരിക ബന്ധം അടുപ്പത്തെക്കാട്ടിലും പ്ലഷർ സാറ്റിസ്ഫാക്ഷനേക്കാൾ ഉപരിയായിട്ട് മാനസികവും ആത്മീയവുമായിട്ടുള്ള അടുപ്പത്തിലേക്ക് ഇവരെ നയിക്കുകയും ഇവരതിന് മുൻഗണന നൽകുകയും ചെയ്യുന്നു. ഈ ഓഷോയുടെ ലൈംഗികതയിൽ നിന്നും അതിബോധത്തിലേക്ക് എന്ന് പറയുന്നൊരു വർക്കുണ്ട്. സെക്സ് ടു സൂപ്പർ കോൺഷ്യസ്നെസ് എന്നാണ് ആ വർക്കിൻ്റെ പേര്. ചെറിയൊരു പുസ്തകമാണ്, ഒരു 10-250 പേര് കൊച്ചൊരു പുസ്തകം. അപ്പം അതിൻ്റെ പല ഭാഗത്തും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മളെല്ലാം ജ്യോതിഷന്മാരെല്ലാം ഗ്രഹങ്ങളുമായിട്ട് വെച്ചും ഗ്രഹങ്ങളുടെ സൈക്കോളജിയായിട്ട് വെച്ച് നോക്കണം എന്നാണല്ലോ. സർവ്വ ഒബ്സർവേഷനും പ്ലാനറ്റിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനായിട്ട് കാണണമെന്ന് ഞാൻ തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ബുക്ക് വായിക്കുന്ന സമയത്ത് എനിക്കതിൽ പറയുന്ന പല കാര്യങ്ങളും, ആ സൂപ്പർ കോൺഷ്യസ്നസ് ലെവലിലേക്ക് പോകുന്ന പല കാര്യങ്ങളും വ്യാഴത്തിൻ്റെ സ്വഭാവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അല്ലെ വ്യാഴത്തിൻ്റെ കാരകത്വത്തിലുള്ള സബ്ജക്റ്റുകളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം പങ്കാളിയുമായിട്ടുള്ള ശാരീരിക അടുപ്പത്തേക്കാൾ മാനസികവും ആത്മീയവുമായിട്ടുള്ളൊരു ബോണ്ടിങ് ആണ്, ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ് അവരത് കാണുന്നത്. അവരുടെ ഒരു വളരെ മെച്യൂറായിട്ടുള്ള ഒരു രീതിയായിട്ടാണ് അവിടെ കാണുന്നത്. ബുധൻ എന്ന് പറയുന്നത് അവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിപ്പാട്ടക്കടയിലെ എക്സ്പെരിമെൻ്റൽ രീതിയാണെങ്കിൽ ഇവിടെ ഹയർ രീതിയിലേക്ക് പോകും. അപ്പം ആലോചിച്ച് നോക്കണം, രണ്ടും ശുഭഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യാഴത്തിൻ്റെ രാശിയിൽ ബുധൻ നീചനാവുന്നത്. ബുധൻ ഒട്ടും ബലമില്ല വ്യാഴത്തിൻ്റെ രാശിയിൽ. അതുപോലെ തന്നെ ബാധാരാശിയും വ്യാഴത്തിൻ്റെ രാശികളുടെ ബാധകാധിപനാണ് ബുധൻ. അതുപോലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശുക്രന് വ്യാഴവുമായിട്ട് വലിയ കുഴപ്പമില്ലെങ്കിലും വ്യാഴത്തിന് ശുക്രൻ ശത്രുവാണ്. വ്യാഴത്തിൻ്റെ കാരകത്വവും ശുക്രൻ്റെ കാരകത്വവും തമ്മിൽ ഒന്ന് അസുരഗുരു ഒന്ന് ദേവഗുരുവാണ്. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും തമ്മിലടിയുണ്ട്. എന്നിരുന്നാൽ പോലും ശുക്രന് ഉച്ചസ്ഥാനം വരുന്നതും അതിബലം വരുന്നതും വ്യാഴത്തിൻ്റെ രാശിയായിട്ടുള്ള മീനത്തിലാണെന്നുള്ളത് ഓർക്കണം. ശുക്രൻ നീചനാവുന്ന എവിടെയാണെന്ന് നോക്കണം. റൊമാൻറ്റിക് കലകളുടെയും കാരകനായിരിക്കുന്ന ശുക്രൻ നീചനാവുന്നത് ബുധൻ്റെ രാശിയായിട്ടുള്ള കന്നിയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതിൻ്റെ ഒരു കണ്ടെത്തലുകളൊന്ന് ബുധൻ്റെ രാശിയായിരിക്കുന്ന കന്നിയിലാണ്. ബുധൻ്റെ എക്സോൾട്ടഡ് സൈനും കൂടിയാണ്. സ്വക്ഷേത്രം മാത്രമല്ല, ബുധൻ വേറെ എങ്ങും സെറ്റ് ആവത്തില്ല. ബുധൻ്റെ സ്വന്തം സ്ഥലത്ത് തന്നെയാണ് ഏറ്റവും ബലം. അവിടെ സ്വാർത്ഥതയുടെ ഒരു ലക്ഷണവും കൂടിയാണത്. സ്വന്തം സ്ഥലത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബലം. അത് തന്നെയല്ല, സ്വാർത്ഥതയുടെയും ഡെയിലി ലൈഫിൻ്റെയും രാശിയും കൂടിയാണ് 6. നിസർഗ ഡെയിലി ലൈഫ് രാശിയാണ് കന്നി എന്ന് പറയുന്നത്. കാരണം കാലപുരുഷൻ്റെ 6ാം ഭാവം അത്. ഡെയിലി റൊട്ടീൻ ആൻഡ് ലൈഫ് 6th ഹൗസാണ്. നമ്മൾ ചെയ്യേണ്ട കടമകൾ ഡെപ്റ്റ് അവിടെ തന്നെയാണ്. അപ്പം സ്വന്തം കാര്യത്തിലാണ്, ഡെയിലി ലൈഫിൽ സ്വന്തം കാര്യങ്ങളിലാണ് ബുധന് ബലം വരുന്നത്. അവിടെയാണ് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നീചനാവുന്നത്. അപ്പം വാചവടി കൊണ്ടുള്ള പ്രണയങ്ങൾ പുറമേ കാണിക്കുന്നത് പലതും ഒറിജിനലാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഇല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവം കൊണ്ടത് തിരിച്ചറിയുകയും ചെയ്യും. ഇവിടെ വ്യാഴമാണ് നമ്മുടെ വിഷയം എന്നുള്ളത് കൊണ്ട് തന്നെ ശുക്രന് വ്യാഴത്തിൻ്റെ രാശിയിൽ ഉച്ചനാവാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ശുക്രനുള്ള പല കലാപരമായിട്ടുള്ള ക്വാളിറ്റികളും പല കഴിവുകളും ഉണ്ടാകും. ദൈവീകമായിട്ടുള്ള കല, അതായത് സാധാരണ കലകളെല്ലാം തന്നെ ശുക്രനാണ്. പക്ഷെ അതിലെ മാസ്റ്റർ എന്ന് പറയുന്നത് വ്യാഴമാണ്. മ്യൂസിക്കിലെ മാസ്റ്റർ എന്ന് പറയുന്നത് വ്യാഴമാണ്. മാസ്റ്റർ വരും, ആ ഗുരു ലെവലിലേക്ക് എത്തുന്നത് വ്യാഴമാണ്. മനസ്സിലായി? അപ്പോൾ റൊമാൻസിൻ്റെ മാസ്റ്റർ എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ സാധാരണ ഇതിനപ്പുറമായിട്ട് അതിനുള്ളിലെ
സത്ത് മനസ്സിലാക്കാൻ കഴിവുള്ള ജ്ഞാനം ഉള്ളവർ അവരുടെ റൊമാൻറ്റിക് ലൈഫ് അങ്ങനെയായിരിക്കും. അപ്പോൾ ആ മാനസികവും ആത്മീയമായിട്ടുള്ള അടുപ്പത്തിനാണ് ഇവർ മുൻഗണന നൽകുന്നത് എന്നുള്ളതും കൂടി ഓർത്തു വെക്കുക. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ചുരുക്കത്തിൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന വ്യക്തിയെ വിവേകമുള്ളവരും മാന്യരും നീതിബോധമുള്ളവരുമായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ പാർട്ട്ണർ അങ്ങനെ ആയിരിക്കും. എന്നാൽ സ്വന്തം അറിവിനെക്കുറിച്ചുള്ള അഹങ്കാരം ഒഴിവാക്കുകയും പങ്കാളിയെ തിരുത്തുന്നതിന് പകരം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ വളരെ സന്തോഷപരമായിട്ടുള്ള, വളരെ സമാധാനപരമായിട്ടുള്ള, വളരെ സ്പിരിച്വലായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴം നിൽക്കുന്ന രാശി ഏതാണെന്ന് നോക്കി, ഉദാഹരണം മേടം, ഇടവം, കർക്കിടകം രാശികളിലാണെങ്കിൽ ഓരോ രാശിക്കനുസരിച്ച് ഫലങ്ങളിലെ മാറ്റങ്ങൾ വരും, ഓരോ ഗ്രഹങ്ങളുടെ ദൃഷ്ടിക്കനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അടുത്ത ക്ലാസ്സിൽ വ്യാഴത്തിൻ്റെ സെക്ഷൽ സ്റ്റൈൽ ആൻഡ് ഇൻറ്റൻഷൻസ് എന്താണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.